പെയ്തൊഴിയാത്ത മഴയെ തുടർന്ന് പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ 19 ഏക്കറോളം വരുന്ന നെൽപ്പാടം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തോട് വൃത്തിയാക്കാത്തതും ചെക്ക് ഡാം മൂലം വെള്ളം ഒഴുകിപ്പോകാത്തതുമാണ് കൃഷിനാശത്തിന് കാരണമാകുന്നതെന്നാണ് കർഷകർ പറയുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ വരുന്ന പൈവളികെ ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായ കൃഷിനാശം നേരിടുന്നത്. പ്രദേശത്തെ പ്രമുഖ കർഷകരുടേതുൾപ്പെടെ 19 ഏക്കറോളം നെൽപ്പാടമാണ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നത്. വലിയ ബാധ്യത ഏറ്റെടുത്തും ഒരുപാട് പ്രതീക്ഷകളുമായി ഇറക്കിയ കൃഷി തുടക്കത്തിൽ തന്നെ നാശത്തിലേക്ക് നീങ്ങിയതിൻ്റെ കടുത്ത ആശങ്കയിലാണ് കർഷകരെല്ലാം. പാരമ്പര്യ കർഷകനായ വിനോദിൻ്റെ 15 ഏക്കർ നെൽപ്പാടവും മുഹമ്മദ് ഹാജിയുടെയും കമാൽ ഹാജിയുടെയും 2.5 ഏക്കർ വീതമുള്ള നെൽപ്പാടങ്ങളും മൊത്തമായും വെള്ളത്തിൻ്റെ പരിധിയിലാണ്. ഇത് പയ്യോളി കാച്ചക്കര ബയിലാണ്. ഒരു 15 ഏക്കറോളം ഇത് നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നാറ് നട്ടിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് അബ്ദുലാജറ കണ്ടാണ്. ഫുള്ള് വെള്ളത്തിലാണ് നീന്തിക്കൊണ്ട് പോയിക്കൊണ്ട്. ഇന്നലത്തെ മഴയിൽ കംപ്ലീറ്റ് നാറെല്ലാം പോയി. 15 ഏക്കറിലെ കൃഷി നശിച്ചതിലൂടെ മാത്രം ഏകദേശം 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിനോദ് പറയുന്നത്. മറ്റ് 2 കർഷകർക്കും ഇതിനാനുപാതികമായ സാമ്പത്തിക നഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട്. മഴ തോരാത്തത് കാരണം വയലുകളിൽ വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുകയും ഞാറുകൾ പൂർണ്ണമായും മുങ്ങിപ്പോവുകയും ചെയ്തു. വെള്ളം ഒഴുകിപ്പോകാത്തതിനാൽ ഞാറ് ചീഞ്ഞ് നശിക്കുന്നതാണ് ഇവർക്ക് തിരിച്ചടിയാകുന്നത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിർമ്മിച്ച ചെക്ക് ഡാമാണ് പാടങ്ങളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയതെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, പഞ്ചായത്തിൻ്റെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തോട്ടിലെ ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യാതിരുന്നതും വെള്ളം കരകവിഞ്ഞ് പാടത്തേക്കെത്താൻ കാരണമാകുന്നുണ്ടെന്നും കർഷകർ കുറ്റപ്പെടുത്തുന്നു. സംഭവത്തിൽ കൃഷിവകുപ്പ് അടിയന്തരമായ പരിശോധന നടത്തി നാശനഷ്ടം വിലയിരുത്തണമെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നുമാണ് ഇപ്പോഴിവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതേസമയം കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു. ക്രോപ്പ് ഇൻഷുറൻസ് പോളിസികളുണ്ട്, പ്രധാനമന്ത്രിയുടെ ഫസൽ ബീമ യോജനയുണ്ട്, അല്ലാതെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉണ്ട്. അതിപ്പോൾ നാച്ചുറൽ കലാമിറ്റീസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള. സോ അത് കൃഷി ഓഫീസർ എന്ന നിലയ്ക്ക് ഞാനൊരു റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നതായിരിക്കും, FIR ഫയൽ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ കൃഷിഭവനിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഇൻ ടൈം. മാത്രമല്ല, വരും നാളുകളിൽ വയലിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. മഴ ഇനിയും ശക്തമായാൽ മറ്റു പല ദുരിതങ്ങളും നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ പൈവളികെ നിവാസികൾ. ന്യൂസ് ബ്യൂറോ, ഉപ്പള.